അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യം തന്നെ മലപ്പുറം മുത്തിൻ്റെയും നുസൈബയുടെയും ഷമ്മാസിൻ്റെയും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹാപ്പി ന്യൂ ഇയർ. അതെ, നമ്മുടെ ഹിജറ വർഷം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇന്നാണല്ലോ മുഹറം 1. ഈ വർഷം എല്ലാ കൂട്ടുകാർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വർഷമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും മക്കളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ആ ദിവസം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷമ്മാസ് ഉറക്കമുണർന്നത്. കാരണം മറ്റൊന്നുമല്ല, അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. അതെ, തിങ്കളെന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. എന്തെന്നറിയില്ല, ഞായറാഴ്ചയ്ക്ക് ശേഷം അതാ തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി ഇന്ന് ക്ലാസ്സിന് വരുന്ന ദിവസമാണ്. ആ തിങ്കളാഴ്ച പോലെ തന്നെ മനോഹരമായിരിക്കും അവളുടെ ആ കണ്ണുകളൊന്ന് കാണണം. അതാണ് ഷമ്മാസിൻ്റെ ലക്ഷ്യം. എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണിപ്പോൾ. എന്തെന്നറിയില്ല, ഒരുപാട് മനസ്സിൽ നിന്ന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങ് അകന്നു പോയ പോലെ, എല്ലാം പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് റെഡിയാകുന്ന പോലെ. അന്ന് ആ തെറ്റിദ്ധാരണയ്ക്ക് ശേഷം എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ. അല്ലെങ്കിലും അന്നൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ, ഇത്താത്തയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പടച്ചോൻ പൊറുക്കൂല. എന്തായാലും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. അത് പറഞ്ഞത് വളരെയധികം കറക്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നും ശത്രുതയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഷമ്മാസിൻ്റെ മേക്കപ്പ് കഴിയുന്നില്ല. മോനെ, ഷാമോനെ, എന്താ മോനെ ഇത്ര അധികം ഒരുങ്ങാനേ? പുതിയാപ്പിള ഇറങ്ങാണോ? ഉമ്മ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ഉമ്മ, ഇതാ വരുന്നു. മോനെ, എത്ര സമയമായിടാ ചായ എടുത്ത് വെച്ചിരിക്കുന്നത്? ഉമ്മ, നിങ്ങൾ കുടിക്ക്, ഞാൻ എന്താ വരുന്നു. നീ വാ മോനെ, ഒരുമിച്ച് കഴിക്കാം. ബാക്കിയുള്ളവരെ പിന്നെ ഏതായാലും കിട്ടൂല, ഓലൊക്കെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് കഴിച്ചു പോവും. ഒപ്പം ഇരിക്കാനേ എൻ്റെ കുട്ടിയെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഉമ്മ അതാ വരുന്നു, ഇപ്പം വരാം. ഷമ്മാസ് അതാ നല്ലൊരു അടിപൊളി പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അന്ന് ഇറങ്ങുന്നു. മോനെ, ഇതേതാ ഷർട്ട്? നല്ല ഭംഗിയുണ്ടല്ലോ. ഉമ്മ, ഇതൊക്കെ വാങ്ങി വെച്ചതാണ്, പക്ഷേ യൂസ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ. ഇപ്പം പിന്നെ അല്ലെങ്കിൽ നീ പുതിയത് മാത്രം തന്നെയാണ് ഇടുന്നത്. അങ്ങനെ വേണം, കുറച്ചൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും വേണമല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതിനനുസരിച്ചൊക്കെ എനിക്ക് എത്രയോ വാങ്ങാലോ. ഉമ്മ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരുപാട് ഡ്രസ്സ് വാങ്ങുക, ഒരുപാട് ഫുഡ് കഴിക്കുക എന്നതിലുപരി നമ്മൾ പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലല്ലോ ഉമ്മ അതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും വെച്ച് വരുന്ന ബാലൻസ് വരുന്ന അങ്ങോട്ട് കൊടുക്കും. അതായിരിക്കുമല്ലോ, നമുക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ അടിപൊളിയായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. മോനെ, ഈ പറയുന്നത് സത്യമാണ്. അല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് എൻ്റെ കാര്യം ആലോചിച്ചിട്ട്. എന്തോ ഉമ്മ? അല്ലേ, എൻ്റെ ഈ മോനെ എന്തെങ്ങനെ ആയിപ്പോയത്? എന്തോ ഉമ്മ, ഞാൻ മാറണോ? അതല്ലടാ, ഞാനിതൊന്നും എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ബാപ്പയാണ് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടത്. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നെ വരെ ഞെട്ടിച്ച് കളയുന്നുണ്ട് ചില സംഭവങ്ങളിൽ നീ. അതെന്താ ഉമ്മ? അല്ലേ, നിൻ്റെ ഒരു വാക്കുകൾ ഏതെങ്കിലും ചെക്കന്മാരൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കുമോ? ഒരാൾക്ക് കൊടുക്കണം, നമ്മളൊരുപാട് മോഡലായി സ്റ്റൈലായി നടക്കുക എന്നല്ല, അതിന് പകരമായിട്ട് പാവങ്ങൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. എന്തായാലും എൻ്റെ മോനെ പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു ഹൈറാക്കട്ടെ. ഉമ്മ എന്നെ വല്ലാതെ അങ്ങോട്ട് മോനെ വല്ലാതെ പുകഴ്ത്തേണ്ട ആവശ്യം എനിക്കില്ല. ഉള്ളത് ഞാൻ പറയും. ആരായാലും കണ്ടത് പറയണേനിപ്പോൾ എന്താ, അവനെൻ്റെ മക്കളല്ലേ. മോനെ കഴിക്കടാ. അന്ന് ഉമ്മ പത്തിരി വറുത്തരച്ച ചിക്കൻ കറിയുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉമ്മ, ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ ഈ വറുത്തരച്ച കറി, അതും ഈ പത്തിരിക്ക്. ഉമ്മ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ ഈ പത്തിരിയൊക്കെ. എങ്ങനെയാണത്? ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രസ്സുമ്മലൊന്ന് അമർത്തി തന്നിട്ടല്ലേ ഉള്ളൂ, അതിങ്ങനെ സോഫ്റ്റായോ? അല്ല മോന് ശരിയാണ്, എല്ലാം അമർത്തി തന്ന് പോയി. പക്ഷേ മോനെ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് ഈ പത്തിരി ഒന്ന് പരത്തണം. ഒന്ന് പൊടിയിട്ടിട്ട് ആ കല്ലുമ്മലൊന്ന് പരത്തിയാലാണ് എനിക്കൊരു ഉഷാറിട്ടുള്ളൂ. എനിക്ക് നൈസ് പോലെ അങ്ങനെ നിൽക്കണം. ഇതാണല്ലോ പത്തിരി രസം. മറ്റേത് മോനെ പ്രസ്സുമ മാത്രം അമർത്തിയാൽ അതൊരു പപ്പടം പോലെ ചെറിയ വട്ടത്തിൽ നിൽക്കും. അതാവുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല. പണ്ടേ ഇങ്ങനെ ശീലമായി, ഞാൻ അപ്പാക്ക് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കൽ.
ഉമ്മ കുറേ ഉണ്ടാക്കണ്ടേ ഇതൊക്കെ? ആ മോനെ കുറേ ഉണ്ടാക്കിക്കണ്, മോൻ തിന്നോ? എല്ലാവരും കഴിച്ചു പോയി. പിന്നെ മോനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഉമ്മ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാലേ? എന്തായാലും ഉമ്മ വെച്ചുണ്ടാക്കണ്, ഉമ്മക്ക് അതിനുള്ള കൂലി കിട്ടണ്ടേ? പൊന്നു മോനെ, ഹോട്ടലും റെസ്റ്റോറൻറ്റും ഇപ്പോൾ വേണ്ട. ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി അല്ലേ ഉള്ളൂ ഇവിടെ, അത് കഴിഞ്ഞാൽ പോകണ്ടേ ഉപ്പാൻ്റെ അടുത്തേക്ക്. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മുഖം ശരിക്കൊന്ന് വാടി. എന്താ ഉമ്മ? പിന്നെ മോനെ എത്ര വയസ്സായി? ഇനിയിപ്പോൾ എന്താ? അല്ലാ ഉമ്മ, നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. എന്തിനാ മോനെ പേടി? അല്ല, എനിക്ക് ടെൻഷനാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മയല്ല എനിക്ക് നടത്തി തരേണ്ടത്. മോനെ എന്ത് കാര്യമാണ്? എനിക്ക് എന്തുണ്ടെങ്കിലും ഉമ്മ നടത്തി തരുമല്ലോ. എൻ്റെ ഉമ്മ എപ്പോഴൊന്നും പോകാനായിട്ടില്ല. എൻ്റെ ഉമ്മ പോവുകയാണെങ്കിൽ ഞാനും വരും കേട്ടോ കൂടെ. അല്ലെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ മുമ്പായിട്ട് പോകും. ഉമ്മ ഇല്ലാത്തൊരു ദുനിയാവ്, അതെനിക്ക് പ്രയാസമാണ് ഉമ്മ. മോനെ, എൻ്റെ പൊന്നുമോൻ എന്തൊക്കെ പറയണത്? എൻ്റെ കുട്ടി പറഞ്ഞാൽ 10-24 വയസ്സായിട്ടുള്ളൂ. ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ അങ്ങനെയൊക്കെ ചിന്തിച്ചാലോ? എനിക്കെന്ന് പറഞ്ഞാൽ എത്രയായി? ഒന്ന് കൂട്ടിയോക്ക്. പിന്നെ ഉമ്മാക്ക് പോകാനയക്കണ്, പക്ഷേ എൻ്റെ കുട്ടി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ കുട്ടീൻ്റെ ജീവിതം തുടങ്ങണുള്ളൂ ഇവിടെ. ഉമ്മ, അങ്ങനെയൊന്നുമില്ല. പ്രായമുള്ളവർ ആദ്യം മരിക്കുക, പ്രായമില്ലാത്തവർ അവസാനം, അങ്ങനെയൊന്നല്ല. ഇപ്പോഴൊക്കെ ഉമ്മ ചെറുപ്രായക്കാരല്ലേ പെട്ടെന്ന് മരിക്കുന്നത്. ഒന്നങ്ങോട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോരെ? അത് ഞങ്ങളല്ലേ ഈ നിരത്തിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. മോനെ, എൻ്റെ പൊന്നുമോൻ അങ്ങനെയൊന്നും പറയല്ലേ. പഠിച്ച റബ്ബേ, ഞാൻ എപ്പോഴും ദുആ ചെയ്യണം അതാണ്. മോനത് രണ്ടെണ്ണം കൂടി കഴിക്ക്. മതി ഉമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ഉമ്മ ഇനി നാളെ മുതൽ ഇങ്ങനെ പത്തിരിയൊന്നും പരത്തി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് വേണമെങ്കിൽ പത്തിരിയൊക്കെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് തരാം, അവിടെ നിന്ന് കിട്ടുമല്ലോ സാധനമൊക്കെ. മോനെ, ഹൈ, അതൊന്നും ഈ രസം കിട്ടില്ല. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ കൈകൾ ഇനിയും ഒരുപാട് പണിയെടുത്ത് കടയാൻ പാടില്ല. മതി ഉമ്മ. ഒരുപാട് നിന്ന് എൻ്റെ ഉമ്മാൻ്റെ കാല് വളരെയധികം കടയുന്നുണ്ടാവും അല്ലേ ഉമ്മ? ആ കാൽപാദത്തിലാണ് എൻ്റെ സ്വർഗ്ഗം കേട്ടോ, അത് മറക്കരുത്. അതുകൊണ്ട് ആ സ്വർഗത്തിന് ഇനിയൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഉമ്മയുടെ കാലുകളിലേക്ക് അതാ ഷമ്മാസ് നോക്കുന്നു. ഉമ്മയുടെ കാൽപാദത്തിലല്ലേ എൻ്റെ സ്വർഗം. എൻ്റെ സ്വർഗം ഒരിക്കലും കേടുവരാൻ പാടില്ലല്ലോ, നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഉമ്മ ഒന്ന് റെസ്റ്റ് എടുക്കൽ അത്യാവശ്യമാണ്. ഇനി ആ രാവിലെ ഇറങ്ങണ പരിപാടിയൊക്കെ ഒന്ന് നിർത്തണം കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങി ബുദ്ധിമുട്ടി ഒരുപാട് ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കുഴങ്ങി ലാസ്റ്റ് പാത്രം കഴുകി. മോനെ, പാത്രം കഴുകാൻ പിന്നെ ജമീലത്താത്ത വരും. ബാക്കിയുള്ളതൊക്കെ ഈ നിന്നുള്ള പണിയുടെ സത്യം എൻ്റെ കുട്ടീനോട് പറയുകയാണെങ്കിൽ നിന്നുള്ള പണി എനിക്ക് കഴിയണമെന്നില്ല. എന്നാലും ഇപ്പോൾ എടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. ഓലൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും പിന്നെ കുട്ടികളൊക്കെ കരഞ്ഞു വരുമ്പോഴത്തേനും ഉമ്മാക്ക് പൊറുക്കൂലടാ. ഞാൻ വിചാരിക്കും നിസ്കാരപ്പായിൽ കുറച്ചും കൂടി അവിടെ ഇരുന്നാലോ എന്ന്, കുറച്ചും കൂടി ഇരുന്ന് ഓതിയാലോ എന്നൊക്കെ വിചാരിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലേ ഏറ്റവും വലിയ കൂലി, അതും വിശന്ന് വരുമ്പോൾ അവർക്കൊക്കെ കഴിക്കണ്ടേ എന്ന് കരുതിയിട്ട് എൻ്റെ പൊന്നു മോനെ ഉമ്മാക്ക് സഹിക്കൂല. ഉമ്മ എന്നാളും മരുമക്കളും എല്ലാവരും ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ. മോനെ, മരുമക്കൾ അവർ 2 പേരല്ലേ. എൻ്റെ മക്കൾ 3 മക്കളുണ്ട്, 2 പേരക്കുട്ടികളുണ്ട്. അവർക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പം പിന്നെ ആ കൂട്ടത്തിൽ മരുമക്കളാണ് തിന്നോട്ടെ, അല്ല എന്താ? ഒരിക്കലും ഓലൊന്നും ഒരു പ്രതീക്ഷ എനിക്കില്ല. മരിക്കോളം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാം, അതിൻ്റെ പ്രതിഫലെങ്കിലും പഠിച്ചവനക്ക് തരട്ടെ. അല്ലാതെ കൂടുതൽ അറിവും കാര്യങ്ങളും ഒന്നുമില്ല, കൂടുതൽ പഠിച്ചിട്ടുമില്ല. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഇതെങ്കിലും കിട്ടട്ടെ. ഉമ്മാൻ്റെ ഒരു കാര്യം. ഉമ്മ, എന്നാൽ സമയമായിട്ടോ. പിന്നെ എൻ്റെ ഉമ്മ വിഷമിക്കണ്ട, ഉമ്മാക്ക് ഹെൽപ്പിനായിട്ട് ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്ന് തരും. മോനെ, എൻ്റെ പൊന്നുമോനെ, എനിക്ക് 2 മരുമക്കൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവരെ നിർബന്ധിപ്പിക്കണില്ല. ആദ്യമൊക്കെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും സങ്കടമൊന്നുമില്ല, അത് ശീലമായി. ഇനിയിപ്പോൾ എനിക്കൊരു മരുമകൾ എൻ്റെ മോനെ കെട്ടിക്കൊണ്ടിരാണെങ്കിൽ തന്നെ ദാ ഞാനുണ്ടല്ലോ, അവളെ കൂടുതലായിട്ട് പണിയെടുപ്പിക്കുക അതൊന്നും ഞാൻ ചെയ്യൂല കേട്ടോ. എല്ലാ മരുമക്കളും അങ്ങനെ അതുപോലെ അവൾ നിന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഉമ്മ, അത് ശരിയല്ലല്ലോ. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് അവളെയും കൂട്ടി വരും. ഞങ്ങൾ രാവിലെ ഉമ്മയെ ഹെൽപ്പ് ചെയ്യും. അവൾ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാക്കണം ഞാൻ പറയുന്നില്ല.
അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരു കുട്ടിയെയാണ് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരിക. ജാടയില്ലാത്ത, നല്ല മനുഷ്യസ്നേഹിയായ, ദീനി സ്നേഹിയായ അങ്ങനെയുള്ളൊരു കുട്ടിയെ പോരെ ഉമ്മാക്ക്? മോനെ, എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ കുട്ടി നല്ലൊരു ഹയറായ പെൺകുട്ടിയെ കെട്ടിയാൽ തന്നെ മതി. എന്നാൽ തന്നെ മനസ്സിന് സമാധാനമാണ്. ഉമ്മ, ഞാൻ കൊണ്ടുവന്നാൽ എൻ്റെ ഉമ്മ സ്വീകരിക്കുമോ? പിന്നെന്താ മോനെ, ഞാൻ സ്വീകരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഇനി കൊണ്ടുവരേ, ഇവിടെ കൊടുന്ന് പാർപ്പിക്കേ, നിക്കാഹിഞ്ഞ് എവിടുന്നെങ്കിലും കഴിച്ച് കൊണ്ടുവരേ, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ മോൻ്റെ കല്യാണം ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതാണ് എനിക്കിഷ്ടം. അറിയാതെ ഫൈസൽ ചെയ്ത പോലൊന്നും ചെയ്യണം എനിക്കിഷ്ടമില്ല. എന്തേ? ആയിക്കോട്ടമ്മ, ഉമ്മയുടെ സമ്മതപ്രകാരം മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പോരെ? എനിക്കറിയാടാ ഈ എന്നെ അറിയാതെ ഒന്നും ചെയ്യൂല എന്നുള്ളത്. ഉമ്മയുടെ സമ്മതപ്രകാരം ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് എൻ്റെ ഉമ്മയുടെ കൂടെ കഥ പറയാനും ചിരിക്കാനും ഉമ്മയെ ഹെൽപ്പ് ചെയ്യാനും ഉമ്മയെ ഒരു ഉമ്മയെപ്പോലെ കാണാനും ഞാൻ അവളെ പഠിപ്പിക്കും. പോരെ? മോനെ, അതൊക്കെടാ വെറും സ്വപ്നമാണ്. എൻ്റെ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. നല്ല പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടിരണം, സ്നേഹമുള്ള ഉമ്മാരോടും വീട്ടുകാരോടൊക്കെ സ്നേഹമുള്ളതിന് വേണം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ കിട്ടുന്ന പെൺകുട്ടികൾ എൻ്റെ പൊന്നു മോനെ ഒക്കെ തലതിരിഞ്ഞിട്ടായിരിക്കും. കണ്ടില്ലേ, അവരെ പോലെ എൻ്റെ ഉമ്മ അങ്ങനെയൊന്നും ആവില്ല. എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചാൽ മതി. ഹൈറായ പെണ്ണിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത് മാത്രം മതി കേട്ടോ. ഇൻഷാ അല്ലാ. ഉമ്മ ഇന്ന് സംസാരിച്ച് ഒരുപാട് വൈകി. അപ്പോഴേക്കും അതാ ഫസീല ഇറങ്ങി വരുന്നു. ഇന്നെന്താ പതിവില്ലാതൊരു ഉമ്മയും മോനും അധികമൊരു സംസാരം. ഷമ്മാസ് വാഷ് ബേസിൽ നിന്ന് കൈ കഴുകി അതാ തോർത്തി ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഷമ്മാസിന് പിന്നാലെ പതിവ് പോലെ ഉമ്മ കാറിനടുത്തേക്ക്. പൊന്നുമോനെ, സൂക്ഷിച്ച് പോണേട്ടോ കുട്ടിയെ, കുറച്ച് ഓവറാണ് കേട്ടോ സ്പീഡ്, അതൊക്കെ ഒന്ന് കുറക്കണം കേട്ടോ. ഇപ്പോഴും മഴക്കാലാണ്, ഒന്ന് തെന്നിയാൽ പോരെ. ഒരു കുട്ടിയെ പഠിച്ചോൻ കാക്കട്ടെ. മോനെ ശ്രദ്ധിക്കണം കേട്ടോ, ചെല്ലാളതൊക്കെ ചെല്ലണില്ലേ? ഉമ്മ അതൊക്കെ എന്നും ചെല്ലാറുണ്ട്. മോനെ എല്ലാം ചൊല്ലി ദിക്കറൊക്കെ ചൊല്ലിക്കൊണ്ട് പോയിക്കോട്ടോ. പഠിച്ചോൻ കാക്കട്ടെ. ഇപ്പോഴത്തെ ഓരോ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കണ് കണ്ടാൽ ബേജാറാവും. ഉമ്മ നിങ്ങൾ പേടിക്കല്ലേ. നിങ്ങളെ ദുആ ഉണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ പേടിക്കേണ്ട ആവശ്യം? നിങ്ങളെ ദുആ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറല്ലേ. എനിക്ക് നിൻ്റെ ഉമ്മാൻ്റെ കൈകളുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തിനാണ് ഞാൻ വിഷമിക്കേണ്ട ആവശ്യം? ഉമ്മയുടെ കൈകളുണ്ടെങ്കിൽ എന്താ, പ്രാർത്ഥിക്കാൻ ആളുണ്ട് എന്നാ മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ഓർമ്മയില്ല ഉമ്മക്ക്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, മൂസ ഇനി നീ സൂക്ഷിക്കണം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൈകൾ ഇന്നില്ല. അപ്പം എന്താണ് ഉമ്മയുടെ ആ ഒരു കൈകളുടെ പ്രാർത്ഥനയുടെ ഫലം അല്ലേ? മോനെ ഞാൻ പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ ശരി മോനെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഷമ്മാസദ വണ്ടി തിരിച്ച് പോകുന്നു. അവൻ ഉമ്മയെക്കുറിച്ച് ഓർത്തു. പാവം എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഉമ്മയുടെ കാലും കൈയൊക്കെ കുഴയുന്ന പോലെയാണെന്നാണ് പറഞ്ഞത്. പാവം, എന്താ ഇപ്പം ചെയ്യുക? ഇനിയിപ്പോൾ പഠിച്ചോനെ, എൻ്റെ പെണ്ണ് ഒരു നല്ല പെണ്ണായാൽ മതിയായിരുന്നു. എൻ്റെ ഉമ്മക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന പെണ്ണായിരിക്കണം. അത് എന്തൊക്കെ തന്നെയായാലും അവളെ പറഞ്ഞ് ഞാൻ പഠിപ്പിക്കും. അല്ലാതൊരിക്കലും കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരു വീട്ടിലാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്താലൊക്കെ എത്ര നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ഉമ്മയല്ലേ എല്ലാവരെക്കാളും പ്രായം കൂടിയത്. ആ ഉമ്മാക്ക് ഇതുവരെ ഉമ്മ ജീവിച്ചില്ലേ, ഇനിയിപ്പോൾ ഉമ്മാക്ക് അത്രയൊന്നും കഴിയൂലല്ലോ. ഷമ്മാസ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അതാ പോവുകയാണ്. പഠിച്ചോനെ, എൻ്റെ ഹിജാബി ഇപ്പോൾ വരുമല്ലോ. അല്ലാ. അന്ന് ഷമ്മാസ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷർട്ടും ഒരു ഗ്രേ കളർ പാൻറ്റുമാണ് ധരിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് ആ വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു ലുക്കാണ്. അതവൻ്റെ സ്റ്റാഫുകളും പറയും, ഓഹ് എന്താന്നില്ലേ, വലിയ നടന്മാരെങ്ങാനും വന്നിറങ്ങുന്ന പോലെയാണ് തോന്നുക. അത്രക്കും ലുക്കാണ് ബോസേ. നീ ഒന്ന് പോടാ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അങ്ങനെ പറയാനുണ്ടാകും. ഷമ്മാസ് അതാ ആ ഗ്ലാസ് തള്ളി തുറന്ന് ഷോപ്പിലേക്ക് കയറി അവൻ്റെ ചെയറിലിരിക്കുന്നു. ബോസേ, ഇന്നെന്താ സ്പെഷ്യലുണ്ടോ? അടിപൊളി ലുക്കായിട്ടുണ്ടല്ലോ. മോനെ, നമുക്കെന്നും സ്പെഷ്യൽ തന്നെയല്ലേ? നിങ്ങൾക്കെന്നും സ്പെഷ്യലാണല്ലോ. പിന്നെന്താ? അതൊക്കെ ഓക്കെ തന്നെയാണ്.
തൻ്റെ ഹിജാബി വരാൻ ഇനി വെറും 7 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഷമ്മാസ് അവൻ്റെ ആ മനോഹരമായ മുടി ഒന്നുകൂടി കൈകൊണ്ട് ഒന്ന് വാർന്ന് സെറ്റാക്കിയെടുത്തു. ബോസേ, മതി മതി, അല്ലെങ്കിൽ ഗ്ലാമർ ഒഴുകുകയാണ്. ഇനി കൂടുതലായിട്ട് ആക്കിയാലേ ആരെങ്കിലും പിന്നാലെ കൂടും. എൻ്റെ പിന്നാലെയോ? ആര് കൂടാൻ? ഓ പിന്നെ നിങ്ങളെ പിന്നാലെയാണോ ആള് കൂടാത്തത്? എത്ര പെൺപിള്ളേരാണ് സാറെ കാണാൻ ഇവിടെ വരുന്നത്. ഷമ്മാസ് എവിടെയെന്ന് വെച്ചിട്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇവിടെ ഇങ്ങോട്ട് വരില്ലല്ലോ. അതെ അതെ, നിങ്ങളെ കാണാൻ മാത്രമാണ് വരുന്നത്, വേറെ ആരുമല്ല. ഷമ്മാസിനെ കണ്ടും സംസാരിച്ചാലാണ് അവർക്ക്. പക്ഷേ നിങ്ങൾ ആ ഒരു വിഭാഗത്തിൽ പെടാത്തതുകൊണ്ട്, നിങ്ങളിങ്ങനെ ആ ഒരു തെറ്റായ ചിന്താഗതി ആരെക്കുറിച്ചും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിലൊക്കെ പെൺകുട്ടികൾ ഇവിടെ കയറി മറിയൂലേ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമല്ലോ. നമ്മൾ ഇനിയിപ്പോൾ അന്യ സ്ത്രീകൾ എന്തൊക്കെ തന്നെയായാലും നമുക്കങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ ഇടപഴകാൻ പാടില്ല. ഒരാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനെയൊക്കെ അല്ലാതെ കൂടുതലായിട്ട് ഹേയ്, അത് ശരിയല്ല. സത്യം പറഞ്ഞാൽ പൊന്നാര ഷമ്മാസ്ക, നിങ്ങളൊക്കെ ഞങ്ങൾ നമിച്ചിക്കണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്റ്റൈലുള്ള പെൺകുട്ടികളും അതും ഇതും വന്നിട്ട് നിങ്ങളൊരു അനാവശ്യമായ ഒരു വാക്കോ ഒരു നോട്ടമോ ഒന്നുമില്ലാതെ സാധാരണ എല്ലാവരോടും പെരുമാറുന്ന പോലെ തന്നെയാണ് ലേഡീസിനോടും പെരുമാറുന്നത്. അതിനൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതൊരു കഴിവ് തന്നെയാണ്. മറ്റേത് പെണ്ണുങ്ങളൊക്കെ കണ്ടാൽ എല്ലാവരും ഒന്നിങ്ങോട്ട് സ്ലോ ആവും. എടാ, ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് എല്ലാവരെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയണം. ഒരു വിഭാഗത്തിന് വേറെ, ഒരു വിഭാഗത്തിന് വേറെ, അങ്ങനെയല്ല. പെട്ടെന്ന് ബസ്സിൻ്റെ ഹോൺ കേൾക്കുന്നു. ഷമ്മാസിൻ്റെ മനസ്സിലൂടെ എന്തോ ഒരു സന്തോഷത്തിൻ്റെ ഒരു കൊള്ളിയാൻ മിന്നി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അതെ, തൻ്റെ ഹിജാബി ഇപ്പോഴിറങ്ങും. ഷമ്മാസ് ആ ഗ്ലാസ് തുറന്ന് വെറുതെ പുറത്തേക്കിറങ്ങി. അതാ കൃത്യസമയത്ത് തന്നെ ആ ബസ് എത്തുന്നു. കുട്ടികളതാ ഓരോന്നായി ഇറങ്ങുന്നു. അതിനിടയിൽ തൻ്റെ ബ്ലാക്ക് പർദ്ദ ധരിച്ച തൻ്റെ ഹിജാബി, തൻ്റെ മനോഹരമായ സുറുമകൾ എഴുതിയ കണ്ണുകളുള്ള ഹിജാബിയും അതാ ഇറങ്ങുന്നു. ശരിക്കും അവൻ ആ നോട്ടം കണ്ടു. അത് ഷമ്മാസിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഓഹ്, വല്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ പഠിച്ചവനെ. ഇതെന്താ ദിവസം ദിവസം കൂടിക്കൂടി വരികയാണോ? അല്ലാ. ഷമ്മാസ് തൻ്റെ നെഞ്ചത്ത് കൈവച്ചു. ഹിജാബി മനോഹരമായ ഒരു നോട്ടം കൂടി നോക്കിയിട്ട് അവളതാ ക്ലാസ്സിലേക്ക് നടക്കുന്നു. അവൾ വിചാരിച്ചു, തൻ്റെ പ്രിയപ്പെട്ട മണിമാരനാവാൻ പോകേണ്ട ആളാണല്ലോ ഷമ്മാസ്. പടച്ച റബ്ബേ, എത്രയൊരു സൗന്ദര്യമാണ് അദ്ദേഹത്തിന് നീ നൽകിയിട്ടുള്ളത്. എല്ലാം ഒത്തിണങ്ങിയ ഒരു ശരീരം. ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതല്ല. ഇവനൊക്കെ എത്രയോ വലിയ വലിയ സുന്ദരികളെ കിട്ടേണ്ടതാണ്. എങ്ങനെയാണ് എന്നെ അവനക്ക് ഇഷ്ടപ്പെട്ടത് എന്നെനിക്കറിയുന്നില്ല. നുസൈബ ഓരോന്ന് ആലോചിച്ചു. പെട്ടെന്ന് ഷിഫ എത്തുന്നു. ഹിജാബി, എൻ്റെ ഹിജാബി. അവൾ തിരിഞ്ഞു നോക്കി. എന്താടി പ്ലീസ്, കളിയാക്കല്ലടി. ഞാനും നിന്നെ ഇനി ഹിജാബി എന്ന് വിളിച്ചാലോ? എങ്ങനെയാണ് ഷമ്മാസിൻ്റെ വിളി? എൻ്റെ ഹിജാബി. എന്താലേ ആ വിളി, ആ ഘനഗംഭീരമായ ആ ഒരു സൗണ്ടിൽ ഹിജാബി എന്ന് വിളിക്കുമ്പോഴേ അതിന് വല്ലാത്തൊരു പവറാണ് കേട്ടോ. നുസൈബ നാണത്തൽ തല താഴ്ത്തി. എന്താ പെണ്ണെ, ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ. അല്ല, എന്തായി, വീട്ടിലൊക്കെ അറിഞ്ഞ് തല്ലൊക്കെ കിട്ടിയോ? ഇല്ലടി, ഒരിക്കലും അടിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്നോട് നല്ല സ്നേഹത്തോടെയാണ് എൻ്റെ ഉപ്പ പറഞ്ഞത്, മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് പറയണമെന്ന്. മാഷാ അല്ലാ, ഇങ്ങനെ ആവണില്ലടി ഉപ്പമാരൊക്കെ ആയാലേ. അല്ലാ, എനിക്ക് സന്തോഷമായിടി, എനിക്ക് ഭയങ്കര സന്തോഷമായി. നുസൈബയും ഷിഫയും ക്ലാസ്സിലേക്ക് കടന്നു. അവർക്ക് ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു. നുസൈബയുടെ വീട്ടിൽ തൻ്റെ മോള് പോയതിനു ശേഷം ഒന്ന് കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം, ഒരു ചെറിയ അന്വേഷണത്തിനായി എന്ന് കാത്തിരിക്കുകയാണ് നുസൈബയുടെ ഉപ്പ. നുസൈബയുടെ ഉപ്പ അതാ നജീബിനോട് വിളിച്ച് പറയുന്നുണ്ട്. നജീബേ, എടാ, നമ്മൾക്കൊരു ഉച്ചൻ്റെ മുമ്പായിട്ട് അങ്ങോട്ട് പോവലേ, മോളെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് പോയാൽ മതി പിന്നാലെ, അറിയാത്ത രീതിയിൽ. ആയിക്കോട്ടെടാ, ഞാൻ എപ്പോഴും റെഡിയാണ്. ഈ എപ്പോഴാണ് ഇറങ്ങണത്? അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. എന്നാലേ അതിന് കുറച്ച് മുമ്പൊന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് എനിക്കൊന്ന് ഫ്രഷായി ഒന്ന് പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരണ്ടേ പൊന്നാര ചങ്ങായിയെ.
എന്താടത്, കല്യാണം നിശ്ചയിക്കാൻ പോകുന്നല്ലോ കേട്ടോ, അത് മറക്കണ്ട. അതെ, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് പോണത്. ആയിക്കോട്ടെടാ, എന്തൊക്കെ തന്നെയായാലേ നമ്മൾ ഈങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ടല്ലോ. ഇനിയിപ്പോൾ അവനോട് തന്നെ നേരിട്ടൊന്ന് സംസാരിക്കേണ്ടൊക്കെ വന്നാലോ, അതുകൊണ്ട് ആയിക്കോട്ടെടാ. ഉപ്പയുടെ മനസ്സിൽ സന്തോഷം അല തല്ലുകയാണ്. ഉമ്മയും പറഞ്ഞു, പടച്ച തമ്പുരാനെ, ഇതിപ്പോൾ നിക്കാഹിനേറ്റം പോണേ പോലുണ്ട് നിങ്ങളൊരു സന്തോഷം കണ്ടാൽ. അതിപ്പോൾ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കാൻ പോണേ റബ്ബെ, ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ. എടി, എനിക്ക് ആ സന്തോഷം അറിയില്ല. നമ്മളെ മോളല്ലേ, നമ്മളെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോവാന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും ആ ആള് എന്നതിനെക്കുറിച്ച് അറിയാൻ എനിക്കൊരു താല്പര്യമില്ലേ, അതുകൊണ്ടാണ്. ഉപ്പ അതാ കുളിച്ച് ഫ്രഷാകുന്നു. ഡ്രസ്സ് മാറ്റാനൊരുങ്ങുന്നതിനിടയിൽ അതാ ഒരു ഫോൺ വരുന്നു. ഇക്ക, ഇതങ്ങൾ ഫോണ് വെല്ലടിക്കണേ. ഹലോ, ആ ഇത് റഹീമാണല്ലോ, അനിയന്. എന്തടാ, എന്ത് പറ്റി? ഇക്ക, ഉമ്മാക്ക് എന്താ? ഉമ്മാക്ക് ചെറിയൊരു തളർച്ചയും ക്ഷീണമൊക്കെ ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താ അറിയില്ല, സോഡിയം കുറഞ്ഞതോ എന്താ, മിണ്ടുന്നൊന്നുമില്ല. ആണോ, പടച്ച റബ്ബേ. നുസ്രത്തെ, ഞാൻ വീട്ടിലൊന്ന് പോയി വരാം. എന്തു പറ്റിയിക്ക? അതെ, ഉമ്മാക്ക് എന്താ സോഡിയം കുറഞ്ഞേക്ക്. ഞാനും വരുന്നുണ്ടെന്നാലേ. മക്കളൊക്കെ പോയില്ലേ? നുസൈബയുടെ ഉമ്മയും ഉപ്പയും പെട്ടെന്ന് അതാ തറവാട്ടിലേക്ക് പോകുന്നു. വയസ്സായി കിടക്കുന്ന ഉമ്മ, അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് കുറച്ചൊരു അസുഖങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴിത് തീരെ മിണ്ടുന്നില്ല. ഉമ്മ. നുസൈബയുടെ ഉപ്പ അതാ ഉമ്മയെ കുലുക്കി വിളിക്കുന്നു. ഉമ്മ, എന്താ അറിയില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എടാ, ആ ഓട്ടോ ഒന്ന് വിളിച്ചാ. എന്നാ ഈ ഫോൺ നിങ്ങോട്ട് വിളിച്ചോ, എന്നാ ഈ നമ്പറിൽ നോക്കിക്കോ. അപ്പോഴേക്കും അതാ ഓട്ടോറിക്ഷ വരുന്നു. ഉപ്പയുടെ അനിയനും ഉമ്മയും കൂടി അതിൽ കയറി. വല്യമ്മയെ താങ്ങി പിടിച്ചാണ് ഉപ്പ എടുത്തത് നേരെ ഹോസ്പിറ്റലിലേക്ക്. പഠിച്ചോനെ, എൻ്റെ ഉമ്മാക്കൊന്നും പറ്റാഞ്ഞാൽ മതിയായിരുന്നു, ഉപ്പ മനസ്സിൽ വിചാരിച്ചു. വയസ്സൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഉമ്മ ഉണ്ടാകുമ്പോൾ അതൊരു സമാധാനമാണ്. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഉമ്മാനോട് പോയി പറഞ്ഞാൽ ഉമ്മാൻ്റെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമാണ്. പഠിച്ചോനെ, ഞങ്ങൾ ഉമ്മക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യേ. നുസൈബയുടെ ഉപ്പ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഉമ്മയെ അതാ അഡ്മിറ്റാക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉപ്പയുടെ ഫോണിലേക്ക് നജീബ് വിളിക്കുന്നു. അല്ല ലത്തീഫേ, എന്താ എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ വിളിയും കാണുന്നില്ല. ഞാൻ ഒരുങ്ങിട്ടോ, ഞാൻ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വാ. എടാ നജീബേ, എടാ ഞാനും ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു, പക്ഷെ എൻ്റെ ഉമ്മാക്കടാ തീരെ വയ്യ, ഇപ്പോൾ ICUവിലാണ്. എന്താ അറിയില്ല, പെട്ടെന്ന് സോഡിയം കുറഞ്ഞതോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രാർത്ഥിക്ക്. ആണോ? എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അനക്ക് വരാൻ പറ്റൂലല്ലോ. എടാ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വരിക എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ. എൻ്റെ ഉമ്മാനെ വിട്ടിട്ട് എങ്ങനെടാ പോരുക? ഉമ്മാക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാലേ അതൊരു ഖേദാവില്ലേ. ഞാൻ ഉമ്മാൻ്റെ അടുത്തുനിന്ന് എവിടേക്കും പോണില്ല. അല്ല, അപ്പം എൻ്റെ മോളെ കാര്യം, എൻ്റെ മോളെ അന്വേഷണത്തിൻ്റെ കാര്യം അതെന്ത് ചെയ്യുക? ലത്തീഫേ, ഈ ഒരു ഉപകാരം ചെയ്യും എനിക്ക്. എന്തേ? അത് ഈ ഒന്ന് പോയി നോക്കിക്കോളൂ, എനിക്കറിയണല്ലേ എൻ്റെ മോളെ ചേർത്തിയ കോളേജൊക്കെ. ഈ ഒന്ന് പോയി നോക്കിക്കോളോ. ഇനിയിപ്പോൾ പോകാഞ്ഞാലും വയ്യ, ഒന്നും അറിയണല്ലേ നമുക്ക്. തൽക്കാലം ഈ ഒന്ന് പോയി നോക്കിട്ടോ. പറ്റുകയാണെങ്കിൽ ഞാനങ്ങോട്ട് വരാം. ഈ ഒന്ന് നോക്ക്. ഉമ്മാൻ്റെ ഈ അവസ്ഥയിലേ ഇട്ട് പോകാനും വയ്യല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ അന്വേഷണം കാര്യമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണ്ടേ കുറച്ച് സമയമെങ്കിലും. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. എടാ ഈ ഇല്ലാതെ, എടാ സാരല്ല, ആയിക്കോട്ടെ, എന്നാൽ ഇജ്ജ് വിഷമിക്കണ്ട, ഞാൻ പോയി നോക്കിക്കോളാം കേട്ടോ. മോളെ കോളേജിൻ്റെ പേരെന്താ പറഞ്ഞത്? നിനക്കറിയണല്ലേ? ഓക്കെ ആയിക്കോട്ടെ, അവിടെ തന്നെ അല്ലേ? മൊബൈൽ ഷോപ്പ് എന്നല്ലേ പറഞ്ഞത്? ചെക്കൻ്റെ കട മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യല്ലേ? ഓക്കെ, അതൊക്കെ ഞാൻ ആയിക്കോളാം. ഇത് സമാധാനപ്പെടുട്ടോ. ഉമ്മാക്ക് ഒന്നും സംഭവിക്കില്ല, പ്രാർത്ഥിച്ചോളി. നമ്മൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ പേടിക്കണേ? പിന്നെ മോളെ കാര്യം അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ഇങ്ങോട്ട് ചിന്തിക്കണ്ട, ടെൻഷൻ ആവണ്ട കേട്ടോ.
നജീബിൻ്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഉപ്പാക്ക് വല്ലാത്തൊരു ആശ്വാസമായി. ഉപ്പ നേരെ അതാ അവിടുത്തെ ബസ്സിന് കയറുന്നു. ബസ്സിൽ കയറി ടിക്കറ്റ് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ആ കോളേജ് പടി. ഓക്കെ. ഒരു 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അതാ ബസ് അവിടെ തന്നെ നിർത്തുന്നു. നജീബിക്ക എങ്ങോട്ട് പോകണം, എവിടെ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു നിമിഷം ഒന്ന് പകച്ചു. അതാ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലായിക്കൊണ്ട് വലിയൊരു മൊബൈൽ ഷോപ്പ്, ഐഷാസ് മൊബൈൽസ് വേൾഡ്. ഒരു നിമിഷം നജീബിക്ക ഒന്ന് അന്തം വിട്ടുപോയി. പഠിച്ചോനെ, ഇത്രയും വലിയ ഷോപ്പിലാണോ ഓന് പണി? ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണല്ലോ, പുതിയതാണ്. നേരിട്ട് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ നജീബിക്ക നേരെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു കടകളിലേക്ക് പോയി. വെറുതെ ഓരോന്ന് വില ചോദിച്ചുകൊണ്ട് അവിടെയൊക്കെ നിന്നു. പിന്നീട് നജീബിക്ക ചോദിക്കുന്നു, അല്ല, ഈ മൊബൈൽ ഷോപ്പ് ഇവിടെ വന്നിട്ട് അതിനത്രയൊന്നും ആയിട്ടില്ല, കുറച്ച് മാസേ ആയിട്ടുള്ളൂ. ആ പലചരക്ക് കടക്കാരൻ പറഞ്ഞു. ഇതിപ്പോൾ ആരെ ഷോപ്പാണ്? നമ്മളിവിടുത്തെ ആൾക്കാരാണോ? അല്ല, അവർ കുറച്ച് ആ ഭാഗത്ത് ഉള്ളതാണ്. അത് പിന്നെ ഒരുപാട് വലിയ ഷോപ്പാണല്ലോ. ഉണ്ട്, കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, എപ്പോഴും ആക്റ്റീവാണ്, നല്ല കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്തേ ഫോൺ വാങ്ങാനാണോ? അല്ല, ഫോണൊന്ന് വാങ്ങും വേണം, ഒന്ന് മാറ്റി ഒന്ന് എടുക്കണ്ടീന്. അപ്പോൾ പിന്നെ ഇവിടെ നല്ലൊരു ഷോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേ അങ്ങനെ കൊണ്ട് പോകുന്നതാണ്. അതിപ്പോൾ ആരോടെ ബിസിനസ് ചെയ്യണേ? മുതലാളി അവിടുത്തെ തന്നെ ഉണ്ടാവുമല്ലോ. മുതലാളി ചെറിയൊരു ചെക്കനാണ്. മുതലാളി എന്ന് വെച്ചാൽ അവർ ഷോപ്പ് ഇടുമ്പോഴേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചെറിയ ചെക്കനാണ് മുതലാളി, പെണ്ണൊന്നും കെട്ടാത്തൊരു ചെക്കനാണ്. നജീബിക്ക ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതിനെ ആയിരിക്കും നുസൈബാക്ക് ഇഷ്ടം എന്നുള്ളത്. നജീബിക്ക വിചാരിച്ചത് അവിടെയുള്ള പണിക്കാരനെയാണ്. അല്ല, ഇവിടുത്തെ സ്റ്റാഫൊക്കെ ചെറിയ ചെറിയ ചെക്കന്മാരൊക്കെ ഉണ്ട്, കുറേ ഉണ്ടല്ലേ. അപ്പോൾ അല്ല, സ്റ്റാഫിൻ്റെയും ഇവരൊക്കെ സ്ഥിതി എന്താ? അവിടുത്തെ നല്ല പൊന്നാര കാക്ക, നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങാൻ പോവുകയാണോ അതോ അവരെ കുറിച്ചുള്ള വിവരം അന്വേഷിക്കാൻ വന്നതാണോ? അല്ലേ, നമ്മൾക്കിപ്പോൾ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. എന്തേ? അല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നിപ്പോൾ ഒരു പൊന്നാര കാക്ക, നിങ്ങളോട് ഞങ്ങൾ പറയുകയാണെങ്കിൽ ആ കടക്കാർ ഐഷാസ് മൊബൈൽസ് വേൾഡ്, ആ ഷോപ്പ് അവിടെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്റ്റാഫിനെ പണിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അവിടെ കയറി സ്റ്റാഫിനാണെങ്കിലോ നല്ല മെച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സായിട്ടും ഫുഡായിട്ടും മുതലാളിൻ്റെ വകമായിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. ഇനി പെരുന്നാളായാലും എന്തൊക്കെ തന്നെ പരിപാടിയാണെങ്കിലും അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. അവർക്ക് നല്ല കേട്ടോ, ഇവിടെ പരിസരത്തുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. പിന്നെയെന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള മൊബൈലിൻ്റെ ക്യാഷൊന്നും അല്ല അവിടെ എടുക്കുന്നത്. അവിടെ നല്ല രീതിയിൽ കുറവ് ഉണ്ട്. പിന്നെ പാവങ്ങൾക്കാണെങ്കിൽ ഫോണൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊന്നും അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെന്നോളി, ഒരു കുഴപ്പമില്ല. നല്ല സ്വഭാവമാണ് അവിടുത്തെ ആ ഒരു മുതലാളി ചെക്കനെന്ന് പറഞ്ഞാൽ നമ്മളോട് പെരുമാറുന്ന കാര്യത്തിൽ മുതലാളിയാന്ന് തോന്നേ ഇല്ല. അത്രക്കും താഴ്മയോടുള്ള നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും, ഒരു മനുഷ്യത്വമുള്ള ആൾ. അതുമല്ല, നല്ല പവർ, അസൽ, എന്താ പറയുക, 100% ഗ്യാരണ്ടി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുട്ടിയാണ്. കാരണം എന്താ, പള്ളിയിൽ നിന്ന് ബാങ്കാണ്ട് കേട്ടാൽ പിന്നെ അവിടെ ഇരിക്കൂല. അതിനിപ്പോൾ എത്ര തിരക്കാണെങ്കിലും അങ്ങനെ തന്നെ ഷോപ്പിൽ നിന്നുകൊണ്ട് ഇറങ്ങി നിസ്കരിച്ചതിന് ശേഷം ഓനങ്ങോട്ട് അകത്ത് കയറുള്ളൂ. അതിപ്പോൾ സ്റ്റാഫിനോടായാലും അങ്ങനെ തന്നെ കേട്ടോ. അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അത് ഈ പ്രായം ചെക്കന്മാരെ അത്ര കൃത്യനിഷ്ഠമുള്ള ബാങ്കൊക്കെ, ലുഹറിൻ്റെ ബാങ്കൊക്കെ ഉണ്ട് കൊടുക്കണേ കേൾക്കുമ്പോഴത്തേന് പിന്നെ ഇറങ്ങുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയില്ലേ. അതിനിപ്പോൾ മുതലാളിയാണോ അതോ പണിക്കാരനാണോ എന്ന് എങ്ങനെയിപ്പോൾ മനസ്സിലാകുക? എന്തായാലും തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചായക്കടയിൽ നിന്ന് അതാ നജീബാക്ക ഒരു ചായ കുടിക്കുന്നു. ചായക്കടക്കാരനോട് ഓരോന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നതാ ബാങ്ക് കൊടുക്കുന്നു. പലചരക്ക് കടയിലെ ആൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നോക്കാലോ എന്നും വിചാരിച്ചു. പറഞ്ഞ പോലെ തന്നെ ബാങ്കത അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും അതാ സുന്ദരനും സുമുഖനുമായ ഒരു യുവാവ്, ആവശ്യത്തിന് തടിയും ആവശ്യത്തിന് ബോഡിയും
ഒക്കെയുള്ള വെളുത്ത വട്ടമുഖമുള്ള നല്ല മനോഹരമായ താടിയുള്ള മുടിയുള്ള ഒരു ചൊങ്കനത മെറൂൺ കളർ ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്റ്റൈലിൽ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ നജീബിക്ക അത് കണ്ട് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, ഇവനേറ്റായിരിക്കുമോ പുതിയാപ്പിള? എന്തൊരു മൊഞ്ചാണ് റബ്ബേ. ഹേയ്, ഇവനാകാൻ വഴിയില്ല. അതോ ഇനി സ്റ്റാഫാണോ? എങ്ങനെ ഇപ്പോൾ ഇത് കണ്ടുപിടിക്കുക? ആരോടെ ചോദിക്കുക? എനിക്കൊന്നും അറിയണില്ല. പടച്ച റബ്ബേ, ഇവനൊക്കെ കിട്ടിയ കഴിച്ചിലായില്ലേ എൻ്റെ ലത്തീഫ്. ഇനിയിപ്പോൾ മുതലാളി ചെക്കൻ തന്നെ ആയിരിക്കുമോ നുസൈബ മോളെ സ്നേഹിച്ചത്, നുസൈബ മോളോട് ഇഷ്ടം തോന്നിയത്? അങ്ങനെ ആയാൽ പടച്ച റബ്ബേ എത്ര നന്നായിരുന്നു. അവൻ്റെ ആ ഘനഗംഭീരമായുള്ള ആ ഒരു നടത്തം, അത് ശരിക്കും അതാ നജീബിക്ക നോക്കി നിൽക്കുന്നു. ഉഫ്, പൊന്നു മോനെ, ഈയൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. നജീബിക്ക ആ ചായ കുടിച്ച് മുഴുവനാക്കി. പിന്നീട് അവിടെ പൈസ കൊടുത്ത് പലചരക്ക് കടക്കാരൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി പറഞ്ഞു, കണ്ടില്ലേ, അത് തന്നെ കേട്ടോ ആള്, മാഷാ അല്ലാ. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഞങ്ങളൊരു അന്വേഷണത്തിന് വേണ്ടി വന്നതാണ്, കല്യാണ വിവാഹാലോചനയ്ക്ക് വേണ്ടി വന്നതാണ് എന്നുള്ളത് നജീബിക്ക അവിടെയൊന്നും പറഞ്ഞില്ല. അറിയാത്ത രീതിയിൽ അതാ മൊബൈൽ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാം, നിസ്കാരം കഴിഞ്ഞിട്ടായാലോ എന്ന് കരുതി. അങ്ങനെ അതാ നജീബിക്കയും പള്ളിയിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി പോകുന്നു. ആദ്യത്തെ ആ സൊഫിൽ തന്നെ അതാ ഞാൻ കണ്ട ആ യുവാവ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ശരിക്കും നജീബിക്ക അത്ഭുതപ്പെട്ടു. ഇത്രയ്ക്കും നല്ലൊരു സ്വാലിഹായ ആള്, ഹോ, ശരിക്കും ഒന്ന് പരിചയപ്പെടണം. ഇനിയിപ്പോൾ എന്തായാലും നുസൈബ മോളോട് ഇഷ്ടമുള്ളത് ഇതാണോ അതോ അവിടുത്തെ മറ്റേ പണിക്കാരാണോ എന്താ ഒന്നും അറിയുന്നില്ല. ഷമ്മാസിൻ്റെ തൊട്ട് ബാക്കിലത്തെ സൊഫിലത നജീബിക്കയും സ്ഥാനം പിടിക്കുന്നു. എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം. നിസ്കാരം കഴിഞ്ഞ് ദുആവും കഴിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ്. പക്ഷേ ആ യുവാവ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. ശരിക്കും ആ ഒരു കാഴ്ചയെല്ലാം കണ്ട് നജീബിക്ക അന്തം വിടുകയാണ്. നജീബിക്കയും അതിൻ്റെ പിന്നിലായിരുന്നു. ഷമ്മാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എണീറ്റു. അറിയാതെ ഷമ്മാസിൻ്റെ കൈ നജീബിക്കയുടെ ആ കയ്യിലൊന്ന് തട്ടി. ആ പഠിച്ചോനെ, അറിയാതെ പറ്റിപ്പോയതാണ് കേട്ടോ, ക്ഷമിക്കണം. ഷമ്മാസിൻ്റെ ആ ഘനഗംഭീരമായ ആ ഒരു സൗണ്ട് അത് കേട്ട് നജീബിക്ക ശരിക്കും ഒന്ന് ഞെട്ടി. ഏയ്, അത് സാരല്ല. അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത് മോനെ, ഞാൻ ഇങ്ങോട്ട് വരലില്ല, കുറച്ച് അപ്പുറത്താണ്. ഞാനിങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാമെന്ന് വിചാരിച്ചാണ്. ആണോ? നിങ്ങൾ ആണോ മൊബൈൽ ഷോപ്പിൽ? ആ അതെ, ഷോപ്പിലേക്ക് വന്നതാണോ? എന്നാൽ പോരൂ. ഞാൻ സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്താ ഇങ്ങോട്ട് വന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ. വരും, നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലേക്ക, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഇങ്ങനൊരു മൊബൈൽ ഷോപ്പ് ഇവിടെ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചോ. എന്താ ഇക്കയുടെ ഫോൺ എവിടെ? നോക്കട്ടെ. എൻ്റെ ഫോൺ ഇതാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആഹാ, എന്നാലും വരൂ, ഷോപ്പിലേക്ക് പോരൂ. ഷമ്മാസദാ അയാളെ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇരിക്കൂ കേട്ടോ. എന്താണ്, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനോ ഫോണ്? എന്തെങ്കിലും പ്രോബ്ലം? അല്ല, ഞാനിങ്ങനെ ഒരു മൊബൈൽ ഷോപ്പ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്നിങ്ങോട്ട് മക്കൾക്കും മൊബൈൽ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെന്താ, നിങ്ങൾ ഏത് രീതിയിലുള്ളതാണ്? നജീബക്കയുടെ ഫോണ് അതാ ഷമ്മാസ് നോക്കുന്നു. ഇക്ക, ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യല്ലേ? അതിനൊക്കെ കുട്ടി കഴിഞ്ഞപ്പോൾ കുറേ പൈസ ആവില്ലേ? ഹേയ്, അത് നിങ്ങൾ വിഷയമാക്കണ്ട. ഷമ്മാസ് അതാ സ്റ്റാഫിൻ്റെ കയ്യിൽ നോക്കൂ, ഈ ഒരു സ്ക്രീൻ ഗാർഡും ആ ഒരു ബാക്ക് പൗച്ചും ഒന്ന് മാറ്റി കൊടുത്തോളൂ കേട്ടോ. അറിയാതെ അങ്ങനെ ഒരു പണി വന്നതിൽ ശരിക്കും നജീബൊക്കെ ഞെട്ടിയിരുന്നു. പടച്ചോനെ, അതിനുള്ള പൈസ ഒന്നും ഞാൻ കരുതിയിട്ടുമില്ല. ഇപ്പം വേണ്ടില്ലായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ അതിനും വേണ്ടിയൊന്നും അതൊന്നും നിങ്ങൾ വിഷയമാക്കേ വേണ്ട. ഇനി ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങോട്ട് വന്നോണ്ടേ, നമുക്ക് എങ്ങനെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വിലൻ്റെ കാര്യത്തിലൊന്നും ഒരു വിഷമിക്കണ്ട. ഫോൺ കേടാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷനാവും വേണ്ട കേട്ടോ.
അല്ലേ, ഷോപ്പ് ആദ്യമായിട്ട് കേട്ടറിഞ്ഞ് കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമുക്ക് സന്തോഷമായി എന്തായാലും. ഇക്ക, ഫുഡ് കഴിച്ചിട്ട് പോകാം ഇനി. അല്ല മോനെ, ഞങ്ങൾ ഇനി പിന്നെ വരാം കേട്ടോ. ഞാൻ ഈ ഷോപ്പിനെ പറ്റി അറിഞ്ഞപ്പോഴൊന്നും അറിയാൻ വേണ്ടിയിട്ട്. അല്ല ഇക്ക, ഈ ഒരു സമയമായില്ലേ, ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യാം. ഏതായാലും സ്റ്റാഫിനൊക്കെ ഇവിടെ വരുത്തുമല്ലോ. പൊന്നു മോനെ, ഇപ്പം വേണ്ട, ഇനി പിന്നെ വരാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. നജീബിക്ക അവിടെ നിന്നിറങ്ങി. ശരിക്കും നജീബിക്കയുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഇവൻ തന്നെ ആയിരിക്കും മിക്കവാറും ആള്. അല്ലാതെ ഇപ്പം എങ്ങനെ, സ്റ്റാഫൊക്കെ പോലെ ഒരു പണിയിലും നിലക്കല്ലേ, ഇവനല്ലേ പുറത്തിറങ്ങി പോകുന്നതും പള്ളിയിൽ പോകുന്നതും ഒക്കെ. അത് മിക്കവാറും ഇവൻ തന്നെ ആകാനാണ് ചാൻസ്. പഠിച്ച റബ്ബേ, കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു നിധിയാണ് കിട്ടുന്നത് എൻ്റെ ലത്തീഫിന് മരുമകനായിട്ട് ഈ ഒരു നിധിയെ കിട്ടിയാൽ കഴിച്ചിലായി. എന്തായാലും ലത്തീഫിനോട് സന്തോഷ വാർത്ത പറയണം എന്നു കരുതിയിട്ട് അതാ നജീബിക്ക സ്വന്തം നാട്ടിലേക്ക് ബസ് കയറാൻ നിൽക്കുന്നു. വിളിച്ച് പറയണോ? അല്ലെങ്കിൽ വേണ്ട, നേരിട്ടുണ്ട് പറയാം, നേരെ ഹോസ്പിറ്റലിൽ പോവാം. എന്തായാലും ഓലമ്മയും ഹോസ്പിറ്റലിലല്ലേ, സന്തോഷം, അവിടെ ചെന്നിട്ട് പറയാം. നജീബക്ക അതാ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. നജീബിക്കയുടെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. കാരണം തൻ്റെ ലത്തീഫിന് അതുപോലുള്ളൊരു മരുമകനെ കിട്ടിയാൽ, പടച്ചോനെ, ഓൻക്കൊരു ആൺതരി ഇല്ലാത്തതാണ്, അവന് കിട്ടിയാൽ ആ കുടുംബം നന്നാവും നജീബിക്ക വിചാരിച്ചു. നജീബിക്ക അതാ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ബസ് ഇറങ്ങി നുസൈബയുടെ ഉപ്പയുടെ നമ്പറിലേക്ക് അതാ വിളിക്കുന്നു. ലത്തീഫേ, എടാ ഞാനിവിടെ എത്തി, ഹോസ്പിറ്റലിലുണ്ട് ഞാൻ, നിങ്ങൾ എവിടെയാണ് റൂം? ആ, ഞാൻ അങ്ങോട്ട് വരാം. അതാ നുസൈബയുടെ ഉപ്പ ആകാംക്ഷയോടെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.